ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായത്തെ എതിർക്കുന്നത് എന്തുകൊണ്ട്? ഒരു സമവായം അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ 5 കാരണങ്ങൾ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. 1, എന്നൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുമായി മെത്രാന്മാരെ ചർച്ചയും സമവായവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ, അന്നൊക്കെ മെത്രാന്മാർ സ്വയം കെണിയിൽ വിടുകയും സീറോ മലബാർ സഭയെ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ചർച്ചയും സമവായവും ഇനിയും കെണികളിൽ വീടാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയില്ലെന്ന് സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, എറണാകുളം അങ്കമാലി അതിരൂപതയിലാകെ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് മെത്രാന്മാർ ഒരു പക്ഷേ ഇതിനെ കാണുന്നത്. അതായത് ഒരു കുർബാന സഭയുടെ കുർബാന, ഒരു കുർബാന ജനാഭിമുഖ കുർബാന. ഇതിനാണ് സമവായം എന്ന് പറയുന്നെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്, കേട്ടുകേൾവി വെച്ച് പറയുന്നത്. എന്തിനാണ് കേട്ടുകേൾവി വെച്ച് ഇപ്പോൾ പറയുന്നത്? അങ്ങനെയുള്ള കേട്ടുകേൾവികളാണ് പലപ്പോഴും തീരുമാനമായി വന്നത്. അപ്പോൾ കേട്ടുകേൾവികൾ വരുമ്പോൾ ഞങ്ങൾക്ക് സംശയിക്കാൻ വകുപ്പുണ്ട്. അപ്പോൾ മെത്രാന്മാരെ കാണുന്നത് മൊത്തം എല്ലാ കുർബാനയും ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ഒരു ചുവടുവെപ്പ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു കുർബാന സഭയുടേതും ഒരു കുർബാന നിയമാനുസൃതമല്ലാത്തും ചൊല്ലുക. ഇതാണ് സമവായം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിമതർ, അതാണ് മെത്രാന്മാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ വിമതർ ഉദ്ദേശിക്കുന്നത് അതല്ല. വിമതർ ഉദ്ദേശിക്കുന്നത് അത് ശാശ്വതമായ ഒരു സംവിധാനമായിട്ടാണ്. ശാശ്വത സംവിധാനം. ഇനി ശാശ്വതമായ സംവിധാനത്തിൽ തന്നെ അവർ വെള്ളം ചേർക്കും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തതാണ്. ഒരു കുർബാന സഭയുടെ കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് അവർ ചൊല്ലിയില്ല. പിന്നെ ചൊല്ലണമെന്ന് വന്നപ്പോൾ തന്നെ അവരെന്താ ചെയ്തത്? ഏതാനും പള്ളികളിൽ തോന്നിയ സമയത്ത് രാത്രി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, അങ്ങനെ തോന്നിയ സമയത്ത് ഷെഡ്യൂളിൽ കുർബാന ചൊല്ലിയില്ല. അപ്പോൾ വിമതരെ കണക്കാക്കുന്നത് അവരെ കയ്യിൽ കിട്ടിയാൽ തോന്നിയ പോലെ ചെയ്യാമെന്നാണ്. മെത്രാന്മാർ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സഭയുടെ പേടി. അതാണ് 2ാമത്തെ കാരണം. 3, ഒരു പള്ളിയിൽ 2 കുർബാന ഉണ്ടെങ്കിൽ ഒരു കുർബാന സഭയുടേത്, ഒരു കുർബാന സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ചത്. എന്തോന്നത്? സഭയുടെ കുർബാന 1, ആ സഭ തന്നെ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ചത് ഒരെണ്ണം ചൊല്ലാനായിട്ട് അനുവാദം കൊടുക്കുക. ഇത് മെത്രാന്മാർ തങ്ങൾക്കെതിരെ തന്നെ തീരുമാനിക്കല്ലേ? മെത്രാന്മാരാണ് തീരുമാനിച്ചത് ഈ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന്. അത് ചൊല്ലാനായിട്ട് മെത്രാന്മാരെ തന്നെ അനുവാദം കൊടുത്താൽ മെത്രാന്മാർ തങ്ങൾക്കെതിരെയല്ലേ തീരുമാനിക്കുന്നത്? നിയമാനുസൃതമല്ലാത്ത കുർബാന, ജനാഭിമുഖ കുർബാന ഒരെണ്ണം ചൊല്ലാനായിട്ട് മെത്രാന്മാർ അനുവാദം കൊടുത്താൽ മെത്രാന്മാർ തങ്ങൾക്കെതിരെയല്ലേ തീരുമാനിക്കുന്നത്? 4, ഒരു രൂപതയ്ക്ക് മൊത്തമായി ഇതുപോലൊരു സമവായ ചർച്ച കൊണ്ടുവന്നാൽ, പണ്ടൊരു ഡിസ്പെൻസേഷൻ കൊടുത്ത കഥ ഓർക്കുന്നുണ്ടോ? കരിയിൽ പിതാവ്. അവസാനം എന്തുണ്ടായി? കരിയിൽ പിതാവ് രാജിവെക്കേണ്ടി വന്നു. ഇതുപോലെ ഇത്തരം ഒരു സമവായ ചർച്ച മൊത്തം രൂപതയ്ക്കായിട്ട് കൊടുത്താൽ കരിയിൽ പിതാവ് വെട്ടിയ ഒരു വഴിയുണ്ട്, രാജിയുടെ വഴി. ആ വഴിയിലൂടെ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും പോകേണ്ടി വരും. അപ്പം ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? തട്ടിൽ പിതാവ് രാജിവെക്കാതിരിക്കാൻ, പാമ്പളാനി പിതാവ് രാജിവെക്കാതിരിക്കാൻ, അതിനുവേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അവർക്ക് എതിരല്ല. അതായത് രൂപതയ്ക്ക് മൊത്തമായിട്ട് മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിരുദ്ധമായി, അതുപോലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു രൂപതയ്ക്ക് മൊത്തമായി ഇങ്ങനെ ചർച്ചയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഈ രാജിവെക്കുന്ന പാരമ്പര്യം സീറോ മലബാർ തുടരും. അത് സംഭവിക്കാതിരിക്കണമെന്നുള്ള മോഹത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. 5, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് സാത്താനോട് ഈശോ പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നവരോടും ഈശോ ഇത് തന്നെ പറയുന്നുണ്ടാകണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. കർത്താവിൻ്റെ ജനത്തെ പരീക്ഷിക്കരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.